Okay, madam, what I understand that your main problem is speed. Because when you Yeah. speak in a very high speed, you will not get time to find out the mistakes. Yes, sir. So you have to take time. Actually, sir, sometime my experience is that's why sometime I am take to time. That time I am hesitation. I not get that time like Understand what you said now. സർ ഞാൻ സ്പീഡ് കുറച്ചുള്ളത് കിട്ടത്തില്ല, പക്ഷെ ഞാൻ ഇച്ചിരി സ്പീഡിൽ പറയുവാണെങ്കിൽ എനിക്ക് വെക്കാബിളത് കിട്ടും. അത് കൊള്ളാം. മാഡം സ്പീഡിൽ പറയുമ്പോ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുന്നുണ്ട് ഗ്രാമറിൽ. വെറുതെ ഈസ് എന്ന് പറഞ്ഞൊരു മാഡം വല്ലാണ്ട് പ്രേമിച്ചു പോയെന്ന് തോന്നുന്നുണ്ട്. ഈസ് അങ്ങോട്ട് എപ്പോഴും നമ്മൾ പുട്ടുണ്ടാക്കുമ്പോ പുട്ടിന്റെ ഇടക്ക് പീര ഇട്ട് കൊടുക്കുന്ന പോലെ മാഡം ഈസ് വെറുതെ ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ്. എന്തിനാണ് ആവശ്യമില്ലാത്ത സ്ഥാനത്തുന്നത്? മാഡം മാത്രമല്ല, കുറെ ആൾക്കാരുണ്ട് എന്ത് സംസാരിച്ചാലും ഈസ് ചേർത്തുകൊണ്ട് സംസാരിക്കുള്ളൂ. അതിന് മാഡത്തിന്റെ സ്പീഡ് കൊണ്ട് മാഡം അറിയുന്നില്ല. അത് ഈസാണ് ഞാൻ കണ്ടെടുത്തോളം മിസ്റ്റേക്ക്. ആവശ്യമില്ലാത്ത സ്ഥാനത്തൊക്കെ ഈസ് വന്നു പോകുന്നുണ്ട്. അയാം വരുന്നുണ്ട്. അത് ഇപ്പൊ ഈ മാഡത്തിന് മാത്രമല്ല, ഞാൻ കുറെ പേർക്ക് കണ്ടിട്ടുണ്ട്. എന്ത് സംസാരിച്ചാലും അയാം എന്ന് പറഞ്ഞു തുടങ്ങും. അത് കുറക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം സ്പീഡ് കുറക്കാൻ നോക്കുക. സ്പീഡ് കുറച്ചിട്ട് ആലോചിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാല്, നിങ്ങളുടെ മൊബൈലില് കോൾ റെക്കോർഡർ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഫ്രണ്ടിൽ കാണും സ്ക്രീനില്. അല്ലെങ്കിൽ മൊബൈലിന്റെ മേൽഭാഗത്ത് നിന്ന് താഴത്തേക്ക് സ്ലൈഡ് ചെയ്താല് അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്താല് ഈ ബട്ടൺ, എന്നിട്ട് നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്ത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ആ റെക്കോർഡ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റിന്റെയോ 10 മിനിറ്റിന്റെയോ നിങ്ങളുടെ തന്നെ സ്വന്തം സ്പീച്ച് കേട്ടിട്ട് കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക്. ചെയ്തിട്ട് ഇത് കുറയുന്നില്ലല്ലോ. യു പ്ലീസ് ടോക്ക് ഇൻ ഇംഗ്ലീഷ് വിത്ത് മീ നൗ ഫോർ 5 minutes, 3 minutes or 5 minutes. ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾ എവിടേക്കാണ് വെറുതെ ഈസ് പറയുന്നതെന്ന് കാണിച്ചു. യു പ്ലീസ് ഡോണ്ട് സ്പീക്ക് ഇൻ മലയാളം നൗ. ഓക്കെ, സോ ഐ ആം ആസ്കിംഗ് യു, ഈസ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു റെഡ്യൂസ് യുവർ സ്പീഡ്? Yes, sir, compulsory. I think about it that one. I talk to others that time. I reduce my speed and slowly speaking. After that, I can understand how much mistake I am recorded in my other phone, and I am recording that one. After that, I am learned how much make I mistake. I told you next time I am talk to others. That time I next time I am talk to others. Next time I am talk to others. ഇതിന്റെ അകത്ത് ഒരു ഗ്രാമറും ഇല്ലാത്തൊരു സെൻസ് ആണ്. when I talk to others next time എന്നാണ് ഇത് പറയേണ്ടത്. മനസ്സിലായോ? when I talk to others next time, ഞാൻ അടുത്ത തവണ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്ന് പറയാൻ when I talk to others, അല്ലാതെ അവിടെ ഒരു അയാം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ അയാം വന്നു കഴിഞ്ഞു. യു പ്ലീസ് കണ്ടിന്യൂ. next time I talk to others, അവിടെ ഒരു വെന്നും കൂടി ചേർത്തോ. next time when I talk to others, I will take care and record my other phone and my voice. And I heard about that voice, how many mistake I make. I heard എന്ന് പറഞ്ഞില്ലേ, അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് മാഡം. Next time when I speak to others, I will record my voice and when I അല്ല പറയേണ്ടത്. റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ അത് കേൾക്കുമ്പോൾ എന്ന് പറയാനാണെങ്കിൽ when I hear that. അവിടെ ഹിയർ എന്ന് പറയേണ്ടതിന് when I heard എന്ന് പറഞ്ഞു. ഞാൻ അത് കേൾക്കുമ്പോൾ എന്ന് പറയണമെങ്കിൽ when I actually such a type of mistake I make lot. അത് സാരില്ല മാഡം. ഇപ്പൊ ഞാൻ ഈ മിസ്റ്റേക്ക് കണ്ടുപിടിച്ച് പറഞ്ഞത് നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല. I need that one. എനിക്ക് അങ്ങനെ വേണം, പഠിക്കാൻ വേണ്ടിട്ടല്ലേ. പ്ലീസ് I need that one, sir. You mention me. Okay. I citation and I have no any guilty, sir. Okay, this is very good quality, madam. ഇനി ഞാൻ പറയട്ടെ, ചില ആൾക്കാരുടെ തെറ്റ് തിരുത്തുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ദേഷ്യം വരും. അങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും നന്നാവാൻ പോണില്ല. അതെ സാർ, ഒരിക്കലും അങ്ങനെ പറയരുത്. എനിക്ക് പഠിക്കണം, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാറ്. എനിക്ക് തരുന്ന സപ്പോർട്ടിനും സാർ ഇങ്ങനെ പറഞ്ഞു തന്നതോ എനിക്ക് ഒരിക്കലും ഞാൻ മറക്കത്തില്ല. കാരണം സാർ പറയുന്ന പോലെ ദിവസവും ഞാനും കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇത്രയെങ്കിലും. അപ്പൊ ഇനി ഞാൻ പഠിക്കാം സാറേ, ഞാൻ ശ്രദ്ധിച്ച് പഠിക്കാം ഇനി. സാർ ഇതേപോലെ എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ സാറിനോട് സംസാരിക്കുമ്പോ സാർ എനിക്ക് ഇതുപോലെ പറഞ്ഞു തന്നാ മതി. വേറൊരു പ്രശ്നമുണ്ട് ഇവിടെ മാഡം. അത് പറഞ്ഞു തരണമെങ്കിൽ മാഡം മലയാളം സംസാരിച്ചുകൊണ്ടിരുന്നാൽ പറഞ്ഞു തരാൻ പറ്റില്ല. Therefore I request you to speak in English.
Definitely, sir. I talked to you that time. I make some mistake that time. Please, you correct with me. ഓക്കെ, That time I have no hesitation. അവിടെ നിൽക്ക്. യു കറക്റ്റ് വിത്ത് മീ എന്ന് പറഞ്ഞു. അവിടെ ഒരു വിത്തിന്റെ ആവശ്യം മീ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇങ്ങനെ ആ സെന്റൻസ് ഇങ്ങനെയാണ്. നെക്സ്റ്റ് ടൈം വെൻ ഐ ടോക്ക് ടു യു പ്ലീസ് കറക്റ്റ് മീ എന്ന് മാത്രം പറഞ്ഞു. അവിടെ ഒരു വിത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. Next time I talk to you, please അവിടെ നെക്സ്റ്റ് ടൈം കഴിഞ്ഞിട്ട് ഒരു വെന്നും കൂടെ ചേർത്തോ. നെക്സ്റ്റ് ടൈം വെൻ ഐ ടോക്ക് ടു യു പ്ലീസ് കറക്റ്റ് മീ. മനസ്സിലായി? ഈ സെന്റൻസിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഇത് എഴുതുകയാണ് വെൻ ഐ ടോക്ക് ടു യു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ഒരു കോമ ഇട്ടിട്ടാണ് പ്ലീസ് കറക്റ്റ് മീ എന്ന് എഴുതുന്നത്. അപ്പോ നെക്സ്റ്റ് ടൈം വെൻ യു ടോക്ക് ടു മീ എന്ന് പറഞ്ഞൊരു കോമ, നമ്മൾ സംസാരിക്കുമ്പോഴും അവിടെ ഒരു കോമ ഇടണം. സംസാരിക്കുമ്പോൾ കോമ ഇടാൻ നിങ്ങൾക്ക് അറിയാമോ? എഴുതുമ്പോഴല്ലേ കോമ ഇടാൻ പറ്റുള്ളൂ. കേൾപ്പിച്ചു തരാം. നെക്സ്റ്റ് ടൈം വെൻ യു ടോക്ക് ടു മീ, and അത് ഞാൻ നിർത്താതെ പറഞ്ഞു, കോമ ഇടുന്നതിന് തുല്യം. അപ്പൊ ഒന്നുകൂടി ഞാൻ പറയാം. ഈ എല്ലാ സെന്റൻസ് എഴുതുമ്പോൾ കോമ ഇടുന്നത് പോലെ സംസാരിക്കുമ്പോഴും കോമ ഇടാക്കുന്നത്. ഗ്യാപ്പ് അല്ലെങ്കിൽ പോസ് അല്ലെങ്കിൽ ഒരു എന്താണ് സൈലൻസ് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ ഈ കേൾപ്പിച്ചു തരാം. നെക്സ്റ്റ് ടൈം വെൻ യു ടോക്ക് ടു മീ പ്ലീസ് കറക്റ്റ് മീ. Next time you talk to me. Next time when you talk to me, please correct me. അത്രേ ഉള്ളൂ. Yes sir. ഞാൻ ഒന്നുകൂടെ പറയാം. പറയണ കേട്ടിട്ട് അതുപോലെ പറയണം. Next time when you talk to me, please correct. പറഞ്ഞേ. Next time when you talk to me, please correct. ടോക്ക് ടു മീ കഴിഞ്ഞിട്ടൊന്ന് നിർത്തണം അവിടെ. നിർത്തിയില്ലെങ്കിൽ അവിടെ കോമ ഇട്ടതിന്റെ ഒരു ഫീല. ഞാൻ ഒന്നുകൂടെ പറയാം. നെക്സ്റ്റ് ടൈം വെൻ യു ടോക്ക് ടു മീ പ്ലീസ് കറക്റ്റ്. Next time when you talk to please correct. അവിടെ ഒന്ന് വേർപെടും. ഈ കഴിഞ്ഞിട്ട് ഒന്ന് വേർപെടുത്തി ഒരല്പം ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട്. Okay sir. അങ്ങനെ മാഡത്തിന് ഈ ഗ്യാപ്പ് ഒരു സ്ഥലത്തും കാണുന്നില്ല. വെൻ യു സ്പീക്ക് ഇംഗ്ലീഷ് യു ആർ നോട്ട് പുട്ടിംഗ് ഗ്യാപ്പ് ഓർ കോമ. അങ്ങനെ സംസാരിക്കരുത്. It means when I talk to others that time I take some over English sir. മാഡം അങ്ങനെ ഓരോ സെന്റൻസിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ട് കൊടുത്താൽ ഗുണങ്ങൾ രണ്ടാണ്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? Yes sir. എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ? നെയ്യപ്പം തിന്നാലുള്ള ഗുണങ്ങൾ ഒന്ന് പറഞ്ഞേ. എനിക്കറിയത്തില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ നെയ്യപ്പം തിന്നാല് നമുക്ക് വിശപ്പ് മാറും. പിന്നെ നെയ്യ് ആ നെയ്യ് നമ്മുടെ തലമുടിയിൽ തേക്കാനും പറ്റും. ഇപ്പൊ ആരും തേക്കാറില്ല, എല്ലാവരും ടിഷ്യൂ പേപ്പറാണ് എടുക്കുന്നത്. പിന്നെ ശരിക്ക് തമാശക്ക് പറയുന്നത് മീശയുള്ള ആൾക്കാർ നെയ്യപ്പം തിന്ന് കയ്യിലുള്ള നെയ്യ് മീശയിൽ തൂത്ത് മീശ മിനുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് കാര്യങ്ങൾ കിട്ടും. എന്ന് പറഞ്ഞ പോലെ ഇതിന് എന്താണ് സാറേ അഡ്വാൻറ്റേജ്? ഇതിന്റെ അഡ്വാൻറ്റേജ് സംസാരിക്കുമ്പോൾ സ്പീഡ് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഇട്ട് സംസാരിച്ചാൽ രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് കേൾക്കുന്ന ആൾക്കാർക്ക് വളരെ മനോഹരമായിട്ട് മനസ്സിലാവും. ഇല്ലെങ്കിൽ മറ്റേ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും, ആർക്കും ഒന്നും മനസ്സിലാവുകയില്ല. അപ്പൊ ആദ്യത്തെ പോയിന്റ് കേൾക്കുന്നവർക്ക് നന്നായിട്ട് മനസ്സിലാവും. ഗ്യാപ്പ് ഇടുകയും സ്പീഡ് കുറയ്ക്കുകയും ചെയ്താൽ കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. ഒന്നാമത്തെ ഗുണം. ഇനി രണ്ടാമത്തെ ഗുണം, ഈ ഗ്യാപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് സെന്റൻസ് കറക്റ്റ് ചെയ്യാനും ഇല്ലെങ്കിൽ പുതിയൊരു വാക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആ വാക്ക് മനസ്സുകൊണ്ട് സെർച്ച് ചെയ്തെടുക്കാനും ഉള്ള സമയം കിട്ടും. രണ്ട് ഗുണങ്ങൾ കിട്ടും. അപ്പൊ സ്പീഡ് കുറക്കുക. അപ്പൊ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളാരും ഗ്രാമർ പഠിക്കണ്ട എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? ആദ്യമേ പറഞ്ഞു തുടങ്ങാൻ വേണ്ടി മാത്രമാണ് ഗ്രാമർ പഠിക്കണ്ട എന്ന് പറഞ്ഞത്. അപ്പൊ മാഡത്തിനോട് ഗ്രാമർ ഒന്നും പഠിക്കണ്ട എന്ന് പറഞ്ഞു. മാഡം പറഞ്ഞു തുടങ്ങി, പക്ഷേ ഇപ്പോഴും തെറ്റ് കറക്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ തെറ്റ് കറക്റ്റ് ചെയ്യാതെ തെറ്റായിരിക്കും മരിക്കണ കാലം വരെ. അങ്ങനെ പൊട്ട ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആക്കി എടുക്കണം. അതുപോലെ ഗ്രാമർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് വഴികളുണ്ട് മാഡം. ഒന്നല്ല, അനേകം വഴികളുണ്ട്. ഒരു ഗ്രാമർ പുസ്തകം വാങ്ങി വേണമെങ്കിൽ വായിക്കാം. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവായി സ്പീഡൊക്കെ ആയി കഴിഞ്ഞ് വായിച്ചോളൂ. ഇപ്പൊ ഗ്രാമർ പഠിച്ചോളൂ. ഗ്രാമർ എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും ഗ്രാമർ പുസ്തകം വാങ്ങരുത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്ന ബുക്ക് വാങ്ങുക. എന്നിട്ട് ഗ്രാമർ കുറെ മനസ്സിലാക്കി എടുക്കുക. പിന്നെ അത് ഒരു മാർഗം, ഗ്രാമർ പുസ്തകം. രണ്ടാമത്തെ മാർഗം, ഗ്രാമറിനെ കുറിച്ച് ധാരാളം വീഡിയോസ് യൂട്യൂബിലുണ്ട്. അത് മലയാളത്തിലും കിട്ടും. നിങ്ങൾ ഹിന്ദി അറിയാവുന്ന ആൾക്കാർക്കാണെങ്കിൽ ഹിന്ദിയിലും കിട്ടും, ഇംഗ്ലീഷിലും കിട്ടും. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഈസി ആയിട്ട് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ അത് എടുക്കുക. യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ അറിയാമോ?
യെസ് സർ ഐ നോ അപ്പോ സാറേ. നല്ലോണം ഗ്രാമർ വരത്തുള്ളൂ സാറേ. ഇല്ല മേഡം അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ 12 ടെൻസും പഠിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ആ നടക്കുന്ന ആരും ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല. മനസ്സിലായോ? നമുക്ക് തെറ്റ് കൂടാതെ ഇംഗ്ലീഷ് നമ്മൾ എത്ര ടെൻസ് പഠിക്കണം സാറേ? 12 ടെൻസില് ഒരു 6 or 8 ടെൻസ് ഫോമുകളെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി അവസാനത്തെ ഒരു 3 ടെൻസുകൾ നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാർക്ക് അവസാനത്തെ 2-3 ടെൻസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുകയും വലിയ വലിയ പുസ്തകങ്ങൾ എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആർട്ടിക്കിൾ എഴുതുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എക്സാം എഴുതുന്ന ആവശ്യത്തിനൊക്കെയാണ് അവസാനത്തെ ടെൻസുകൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ.